അതെ, ദർശന്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പുക്കുട്ടന്, കണ്ണാപ്പിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ലോറ. നമ്മളെല്ലാരും ഒരു ഫാമിലി അല്ലേ? എല്ലാരും കണ്ണേട്ടാന്ന് വിളിച്ച് കണ്ണേട്ടാന്ന് വിളിക്കല്ലേ, കണ്ണാന്ന് സ്നേഹത്തോട് വിളിച്ചത് മനസ്സിലായോ? കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഇത്ര നാളെ എന്നെ ദർശനം സ്നേഹിച്ച സ്ഥിതിക്ക് ഞാൻ ദർശനോട് ഒരു കാര്യം പറയാൻ പോവാ. ലോറയ്ക്ക് ഭയങ്കര പൊസസീവ് അല്ല, ദർശന കൊള്ളല്ലേ, നല്ല ക്യാരക്ടറല്ലേ ലോറ, നല്ല ക്യാരക്ടറല്ലേ. ഇന്ന് തന്നെ TDM കയറി അടിക്കാൻ പഠിക്കണം. അല്ല ദർശന ദർശു പറ. കണ്ണാപ്പി അങ്ങനെ വിളിച്ചാ മതി. ദർശന അതിനൊക്കെ ചോദിച്ചോ ലോറ ചോദിച്ചോ. എന്റെ പേര് ലോറ. ഒരു മിനിറ്റ് ഓക്കെ, ഒറ്റ മിനിറ്റല്ലോ ദർശൻ, അതിന്റെ സീക്രട്സ് ആയിരിക്കും. അത് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ട് വരാം. ഒരു മിനിറ്റ് എടുക്കാൻ പറ്റത്തില്ല. അല്ല ഒരു സീക്രട്ട് പറയണേ. ഒരു സീക്രട്ട് പറ. ഒറ്റ മിനിറ്റ് ലോറ, ഞങ്ങള് സംസാരിച്ചിട്ട് ഇപ്പൊ വരാം. അവിടെ എത്തും, അറ്റം കാണും, കടലിന്റെ അറ്റം കാണും. പറഞ്ഞോ എന്ത് നമ്മളെ മുന്നേ വെച്ച് പറയാൻ എത്ര ബുദ്ധിമുട്ട് എന്തൊരു നിനക്ക് പറ. നമ്മളത് പഠിക്കും. പറ എന്താ കണ്ണ പറ. കണ്ണന് നാണം വരുന്നു മോന്തയില്, നോക്കിക്കേ. നാണോ? ബ്ലഷ് അടിക്കുന്നു നിനക്ക്? അതെ, ബ്ലഷ് അടിക്കുന്നു, ചുമന്ന. അല്ല നീ ഇപ്പൊ എന്നെ വിളിച്ച എന്താ പറയണ്ടോ? ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു കണ്ണാ, കൊഴപ്പില്ല. നമ്മളൊന്നും ചെയ്യത്തില്ല. അതെ, ദർശന്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പുക്കുട്ടന്, കണ്ണാപ്പിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ലോറ. നമ്മളെല്ലാരും ഒരു ഫാമിലി അല്ലേ? എല്ലാരും നമ്മളൊക്കെ എല്ലാരും. കുട്ടനെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നുമില്ല. അല്ല, ഞങ്ങൾ അങ്ങനെ കണ്ടു. കുഴപ്പമില്ല. ഇത് വേറെ കാര്യം, ഇത് വേറെ കാര്യം അല്ല. ബസ് ഇത് ഈ കാര്യം വേറെ കാര്യം ഒന്നും ഒരു ദർശനം. അപ്പുക്കുട്ട എന്താ തുപ്പ വിളിച്ചെടുത്തതാണോ? അല്ലല്ല തുപ്പത്തില്ല. എന്നാലും ഞാൻ ഇത് എന്റെ മനസ്സിൽ നിന്ന് മുത്തലടി. SRK ഇതിന്റെ നോട്ടം ഇട്ട് വെച്ചേക്കോ, നിന്നെ ഒന്ന് കാണുന്നെന്ന്. നീ എന്നാലും രാത്രി കേറി കഴിഞ്ഞാൽ SRK നോട്ടം ഇട്ട് വെച്ചേക്കോ. ഞാൻ കണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അത്രല്ല, ഞാൻ ഭയങ്കര കുഴപ്പമാ. എന്താ മാറിയുന്നത്? ഇതിപ്പോ എന്താ ചെയ്യണ്ടേ, എന്താ വേണ്ടെന്ന് പറ. അവള് ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറഞ്ഞോട്. അതല്ല, എന്താ പറയണ്ടേന്ന് അത് ഞാൻ എങ്ങനെ പറഞ്ഞു? അതൊക്കെ നിന്റെ കലാഭാവനം. അല്ല, നിക്ക് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചാൽ നോ പറയണോ എസ് പറയണോ? സത്യം എന്താണോ അവിടെ അതുപോലെ പറഞ്ഞാൽ മതി. സത്യമായിട്ട് പറയണം. സത്യമായിട്ട് ആളെ പൊസസീവ് പഠിപ്പിക്കണ. അത് വേണേ കണ്ണേട്ടാന്ന് വിളിച്ച് കണ്ണേട്ടാന്ന് വിളിക്കല്ലേ, കണ്ണാന്ന് സ്നേഹത്തോട് വിളിച്ചാൽ മനസ്സിലായോ? ലോറ വേറൊരു കാര്യം പറയാൻ പോയത്. ഓക്കെ ലോറ ചോദിക്കാനുള്ള എന്താ ചോദിച്ചോ. ദർശന പറഞ്ഞു. ഹലോ, ഇത് ലോറ ക്രാഫ്റ്റിംഗ് ചെയ്തുണ്ടാക്കിയതാ. ഇത് കണ്ണാപ്പി, മുതുകിന്ന് ഒഴുകി കിട്ടിയതാ. അങ്ങനെ പറഞ്ഞോടെ. എന്റെ ബെസ്റ്റ് ഫേക്ക് ഫ്രണ്ട്. അളിയാ കണ്ണ നീ എന്താ അല്ലന്നൊക്കെ പറഞ്ഞല്ലോ. അല്ല ഫ്രണ്ട്സ് അല്ലാന്ന് പറഞ്ഞല്ലോ. അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞേ. കണ്ണ നീ അവളായിട്ടൊരു ബന്ധമില്ലാന്നല്ലോ പറഞ്ഞേ. കണ്ണ നമുക്ക് ഒറ്റ തന്ത ഒറ്റ വാക്ക് അത്ര ഉള്ള കണ്ണ, വേറെ എന്തിന് അത്ര ഉള്ളത് കണ്ണ. പിന്നെ അല്ല, ഒറ്റ തന്ത ഒറ്റ വാക്കളിയാ. ലോറ അതിലേക്ക് ചോദിക്കാനുള്ള ചോദിക്കും ലോറ. ഇത് കഴിയട്ടെ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു തീരുമാനം ഉണ്ടാക്കണം. അല്ലെ നമുക്കൊരു കൊടി പിടിച്ച് നടക്കാം. മനസ്സിലായി? മുഞ്ചേരിലെ നാഥ.
വിലയില്ല അപ്പുക്കുട്ടാ, വാ നമുക്ക് ആ ലോറയാണ് അതിലെന്ത് സംശയം ഞാൻ ഇതായിരുന്നു. അവളെ അവിടെ വെക്കുമ്പോ പറ, അവളെ അവിടെ വെക്കുമ്പോ പറ. ദർശനം അവിടെ നിക്കട്ടെ, ദർശനം കൂടി നിന്നിട്ട് പറ. ആ പറ കണ്ണ. അങ്ങനെ പറയണേ. കാത്തു കാത്തു വേണോ? ഇതിപ്പം ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനൊന്നും ഇല്ലല്ലോ, ഒരാള് ബെസ്റ്റ് ഫ്രണ്ട്, ഒരാള് ഫേക്ക് ഫ്രണ്ട്. അല്ല നീ എന്ത് പറഞ്ഞു, അവളെ ഇട്ടൊരു ബന്ധമില്ലാന്നല്ലേ, ദർശനായിട്ടൊരു അങ്ങനല്ല ഇപ്പൊ നമ്മുടെ കൈക്ക് തന്നെയാണല്ലോ രണ്ട് യൂസ്ഫുൾ അല്ലേ, മനസ്സിലായോ? ഇടത്തെ കൈ വലത്തെ കൈ. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കൈ റൈറ്റ് ഹാൻഡ് ആണ്, മനസ്സിലായോ? എന്ന് പറഞ്ഞ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് വേണ്ടാതെ ഇരിക്കത്തില്ല, മനസ്സിലായോ ലോറയ്ക്ക്? അളിയ നിന്റെ ഒരു കൈ പോലല്ലാന്നാണ് നീ നീ എന്റെ റൈറ്റ് ഹാൻഡ് ആണ്, അവള് ലെഫ്റ്റ് ഹാൻഡ്. അല്ല ലോറ നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞു, ഇവന് പെണ്ണിനായിട്ടൊരു ബന്ധമില്ലാന്നല്ലേ പറഞ്ഞു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചതിക്കല്ലേ, എനിക്ക് ഇഷ്ടമല്ല. എടാ ബന്ധമില്ലെന്നല്ല പറഞ്ഞു. എടാ ഞങ്ങള് ചെറിയൊരു പിണക്കത്തിലാണ്, മനസ്സിലായോ? ചെറിയ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നുമല്ല, മെസ്സേജ് പോലും നോക്കത്തില്ല, അവളെ തുപ്പി വിട്ടത്, അവളെ അടുപ്പിക്കത്തില്ല. അവളെ അടുപ്പിക്കത്തില്ല എന്നല്ലേ നേരത്തെ ഇപ്പം പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലാ അവളെ ഇങ്ങനെ അല്ലല്ല കണ്ട, നമുക്ക് ഒറ്റ വാക്കത്ര. ഹലോ ദർശു ആ ഇത് മനസ്സിലായില്ലേ, ഇവന് ഇടക്കിടക്ക് വാക്ക് മാറ്റല്ലോ. സത്യം വിശ്വസിക്കാൻ നാളെ നിന്നെ മാറ്റും, നാളെ നിന്നെ ലോറയ്ക്ക് എന്തൊക്കെയാ നിന്നോട് ചോദിക്കണ്ട്? ലോറ ചോദിക്ക്. ഞാൻ എന്താ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ നിക്കുന്ന? ആ പറ, ആ ചോദിക്ക്. ശരിയാവത്തില്ല. അത് വിട് ലോറ, അത് ചുമ്മാ വിട്, ചോദിക്ക്. എന്താ കണ്ണാ ലോറ ചോദിക്ക് ലോറ. കണ്ടാ ഇതൊന്നും ശരിയാവത്തില്ല കേട്ടാ, മനസ്സിലേ? ദർശനക്ക് കണ്ണന് ഇഷ്ടാണോ? ഇല്ലല്ലോ, കണ്ണന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. കണ്ണൻ ദർശനെ പ്രപ്പോസ് ചെയ്താ? ഇല്ല, ഒന്നും നടന്നിട്ടില്ല. നീ എന്താ ചോദിക്കുന്നു ലോറ? വ്യക്തമായി ചോദിക്ക്, പെട്ടെന്ന് പോയിട്ടൊരു കൊച്ചു. നിങ്ങൾക്കിടയിൽ ഒന്നും നടന്നിട്ടില്ല, ഇതെന്തത്? അങ്ങനെയൊന്നും പ്രപ്പോസ് ചെയ്യുന്നൊന്നും നടന്നിട്ടില്ലല്ലോ. എന്ത് വെറുതെ ഇങ്ങനെ കണ്ണ ഡൈറ്റിമൈൻഡ് ആക്കല്ലേ വെറുതെ. സത്യം കണ്ണാ, കുട്ടിക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ? അതവള് പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ കണ്ണ ഇതൊക്കെ കെയർ ചെയ്ത്? അല്ല അതവള് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു അവൾ എന്റെ പറഞ്ഞിട്ടുണ്ട്. അല്ലേ ദർശന? ഓ അല്ല അതവള് പറഞ്ഞിട്ടുള്ളേ. ഓന്ന് ലോറ എന്നിട്ടാണ്. അല്ല അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ലോറ അടുത്ത് ക്രഷ് ഉള്ള. ആരോട് പറഞ്ഞു? നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. ലോറ അടുത്ത് ഞാൻ പറഞ്ഞില്ല ലോറ. പക്ഷെ അത് ഞാൻ വിട്ടുപോയായിരിക്കും ലോറ. അത് ഇത്ര കൊറേ കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് വിട്ടുപോയായിരിക്കും ഇത്രയൊക്കെ പറഞ്ഞിട്ട്. അയ്യോ കണ്ണാപ്പിയോടാണോ കണ്ണാപ്പിക്ക് ദർശനയോടാണോ? അല്ല ദർശനക്ക് എന്നോട് ചെറിയ ക്രഷ്. ദർശന ഉണ്ടോ? എനിക്കിപ്പ അറിയണം. ദർശന ശിവകാമി മറ്റേ കട്ടപ്പ മുന്നാകെ ദീപ പറയണം. ദർശന പറഞ്ഞോളൂ. ദർശന ഇപ്പൊ പറയണം. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? അല്ല ഞാൻ മാറത്തില്ല. അപ്പുക്കുട്ട നിന്നെ വിളിക്കുന്ന ഒരു കാര്യത്തിന് ചെല്ല്. അവള് വിളിക്കുന്ന ചെല്ല്. പോയിട്ട് ഞാൻ ഇതിന്ന് ഞങ്ങൾ രണ്ടുപേരും ഇതിന്ന് മാറത്തില്ല. ഇത് ശരിയാവത്തില്ല. ഉത്തരം കിട്ടുമ്പോ കൊഞ്ഞനം കാട്ടുന്ന പരിപാടി ഞങ്ങൾ അതെന്താളേ? അല്ല നീ എന്തായാലും അവള് നിന്നെ പ്രപ്പോസ് ചെയ്യുമ്പോ നീ വേണ്ടെന്ന് പറയല്ലേ, പിന്നെന്താ പ്രശ്നം? അല്ലല്ല എനിക്ക് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഉണ്ടായിരുന്നോ ഇല്ലേ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഒരു മിനിറ്റ്, നിനക്ക് എന്നെ വേണോ വേണ്ടയോ? അല്ല എനിക്കിത് മാത്രം അറിഞ്ഞാൽ മതി. എന്ത് വേണോ വേണ്ടത്? നമ്മള് ഫ്രണ്ട്സ് ആണ്, നമ്മളെപ്പോഴും ഫ്രണ്ട്സ് ആണ്. എടാ അവള് വിളിക്കുന്നിടത്തൊന്ന് ചെല്ലടാ. അവൻ സംസാരിച്ചോട്ടെ. ലോറങ്ങ കേക്കട്ടെ, നമ്മളെന്ത് കേക്കട്ടെ. എടാ നീ അവളുടെ അടുത്ത് ചെല്ലേ, അവളുടെ അടുത്ത് ചെല്ലേ. എക്സ്ക്യൂസ് മീ അപ്പുക്കുട്ട, ഒരു 5 മിനിറ്റ് പോരാ? ഓക്കെ ഇപ്പൊ വരാവേ. ഇനി പറ. അല്ലേ
എന്തൊരു പെട്ടെന്ന് അവളോട് ഭയങ്കരമായിട്ട് പൊസസീവ് ആവുന്നു നീ. കണ്ണ അവക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നിനക്ക് ഞാൻ സെറ്റാക്കി തരും അവളെ. പക്ഷേ സെറ്റാക്കി തരുന്നൊരു മട്ടും പാവല്ലല്ലോ ഞാനവിടെ കണ്ടത്. എടാ ഇഷ്ടമാണോന്ന് ചോദിക്കണ്ടേ? ആ അയ്യോ ചോദിക്കാം എന്നാ വാ. ആ വാ, അവള് ഇഷ്ടാന്നൊന്ന് പറ. ആ അവൾക്ക് എന്ത് ഇഷ്ടക്കുറവില്ലായിരിക്കാൻ? അവൾ എന്നെ എന്റെ കൂടെ പറഞ്ഞിട്ടുള്ള ക്രഷാന്ന്. ആ അവളെന്നോട് ക്രഷാന്ന് പറഞ്ഞിട്ടുള്ളത്. സപ്പോർട്ട് അല്ല ആ ദർശന ഒന്ന് വരും ലോറയ്ക്ക് എന്തൊക്കെയോ ഡൗട്ടുകളുണ്ട്. ഒന്ന് ഞാൻ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കാം. നീ ഒന്ന് പോയി ഒന്ന് കൂട്ടിട്ട് വരുമോ? ഓ നിന്റെ ഫ്രണ്ടായിട്ട് നീ കാത്തൂനെ വരെ വിട്ടല്ലേ ഇപ്പൊ? മനസ്സിലായി, കുഴപ്പമില്ല. ഞാൻ പൊക്കോണ്ട് നീ എന്റെ കാത്തൂനെ രക്ഷിക്കാൻ ഞാൻ പൊക്കോണ്ട്, കുഴപ്പമില്ല. ആരാ തട്ടിക്കൊണ്ടുപോയി ഈ സാധനം? കുട്ടിക്ക് എന്താ ചോദിക്കാണ്? ചോദിക്കാം. എടാ ദർശന മോർ പൊസസീവ് ആക്കിയോ? ആ ലോറ പറഞ്ഞോ. ദർശന പറഞ്ഞോ. ദർശനക്ക് പേര് മറന്നല്ലോ, നിന്റെ പേരെന്തായിരുന്നു? അത് പറഞ്ഞ കണ്ണാപ്പിനെ ഇഷ്ടമാണോ? ഇഷ്ടം ഉണ്ടായിരുന്നോ? ജീവന എസ് ഓർ നോ? ആർക്ക്? ജീവന. ആരുടെ? അവൾക്ക് എന്നോട്. ഉറപ്പാണോ? പിന്നെ അല്ലാണ്ട്. ഇപ്പോഴും ഇഷ്ടമാണോ? പിന്നെ എത്ര ഇഷ്ടമുണ്ട്? കൈവച്ചളന്ന് കാണിക്കണേ ഇത്രത്തോളം വരും. ഇഷ്ടമുണ്ട്. ആകാശത്തെ കാലും ഇഷ്ടമുണ്ടല്ലേ? കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? അത് കണ്ണാപ്പിയുടെ കുടുംബത്തിൽ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. എന്താ കണ്ണാപ്പി? പറ്റില്ല. ടിവിയെ കുടുംബത്തിൽ ആരും കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. പറഞ്ഞു നന്നായി. ലിവിങ് ടുഗദർ ഓൺലി. ഓ ലിവിങ് ടുഗദറും അല്ല മാരി ചെയ്യാം, പക്ഷെ മാരി നമ്മുടെ ഗ്യാങ്സിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത്രേ ഉള്ളു. മാരി ചെയ്യാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പൊ കുട്ടിക്ക് കണ്ണാപ്പിനെ ഇഷ്ടമാണ്? പിന്നല്ല നിനക്കോ? എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആ ദർശനായിട്ട് തന്നേ പറഞ്ഞിട്ടുള്ള അല്ലേ ദർശന? പക്ഷെ കുട്ടിക്ക് ഇപ്പോഴും ഉള്ളിൽ ഇഷ്ടമുണ്ട്. പിന്നെ ഉറപ്പാണ്? ആ അപ്പൊ കണ്ണൻ എസ് പറഞ്ഞ കുട്ടി സമ്മതിക്കുവോ? പിന്നെ കണ്ണൊന്നും കിട്ടുന്നേ. കണ്ണാ പോയത് തല്ലിക്കൊല്ലും നിന്നെ. വിളിക്കുമ്പോ പോണേ ഇതെന്ത് മരച്ചവരെ തന്നെ നിർത്തുന്നേ? പോയിട്ട് ഇപ്പൊ വരാം. എന്താന്ന് ചോദിക്കട്ടെ? വരച്ചില്ല, നിക്കവിടെ. ഹലോ കുട്ടി, ഈ കാര്യല്ല ഞാൻ വേറൊരു കാര്യം എന്റെ ഒരു ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോയി. ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. ഞാൻ ചെയ്തു കുത്തിക്കോളാം. പറഞ്ഞോ. അയ്യോ അത് പറ്റത്തില്ല. അന്നാ കുട്ടി പറയണ്ട. കണ്ണാ പറ ദർശന. ദർശനക്ക് പറയണ്ടെന്ന് പറയുന്നു. ദർശന എന്തായാലും ഇപ്പൊ ഇത്ര നാളെ എന്നെ ദർശനം സ്നേഹിച്ച സ്ഥിതിക്ക് ഞാൻ ദർശനോട് ഒരു കാര്യം പറയാൻ പോവാ. ദർശന പറയണ്ട. എനിക്ക് അങ്ങനത്തെ ഇഷ്ടമൊന്നുമില്ല. സംഭവം വെച്ചാല് ലോറയ്ക്ക് ഭയങ്കര പൊസസീവ് അല്ല. അതല്ല, ലോറയ്ക്ക് ഭയങ്കര എന്താണ് ഒരു ചെറിയ ഹഗ് ഇട്ടിട്ടുണ്ട്. ഹഗ് ഓക്കെ ഹഗ് ഇട്ടായിരുന്നോ? ഓക്കെ മേലെന്തോന്ന് ദർശന ഇങ്ങനെ സ്നേഹത്തോടെ കണ്ണാന്ന് വിളിക്കല്ലേ? ദർശന
ബുള്ളറ്റ് ഒക്കെ ഓക്കെ പെർഫെക്റ്റ്. അല്ല നമ്മള് ഏത് നിമിഷം ഒരു അക്രമം ഉണ്ടാവുമല്ലോ. എനിക്ക് നിന്നോട് ഒരു രഹസ്യം പറയണം. വന്നേ കണ്ണ. എന്താ കുട്ടി ഗുണ്ടകളൊക്കെ കുട്ടി അല്ല അവന്റെ ബോഡി ഗാർഡ്, അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ ബോഡി ഗാർഡിന് പുറകെ വേണം. പിന്നെ ഞങ്ങൾ കിസ് അടിക്കാൻ പോവാ. അപ്പൊ കുട്ടി അവിടെ വരുമോ? ഇത് കത്തിയിലും പാറ്റിലും നിക്കൂല, ബോംബ് വെക്കേണ്ടി വരും. അത് ഒരു ഉമ്മയുടെ കേസല്ലേ ലോറ. ഇപ്പൊ വരാം. ഹലോ ഹലോ നടന്നോണ്ട് പറഞ്ഞു. കണ്ണ ഇതിന്റെ പേരിലെ കാര്യം എനിക്ക് അപ്പുക്കുട്ടനെ അത് ഇവിടെ റേഡിയോ ഉണ്ട്, റേഡിയോ ഒക്കെ വന്നു. ഹലോ റേഡിയോ. ഓ കുട്ടി അവിടെ ഇരുന്ന് റേഡിയോ ആക്കട്ടെ കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാം. റേഡിയോ കേക്കണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്റെ കാത്തൂനെ തിരിച്ചു കിട്ടി. അവരെ കാത്തൂനെ തിരിച്ചിട്ട്. എടാ കാത്തൂനെ രക്ഷിക്കാൻ പോയി അപ്പുക്കുട്ടനവിടെ. എന്നെ തട്ടിക്കൊണ്ട് പോയി നടന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ഫേക്ക്. എടാ കാത്തൂനെ രക്ഷിക്കാൻ പോയി അപ്പുക്കുട്ടൻ എവിടാ? രക്ഷപ്പെടുത്തിയടാ. ബാബാ നീ ഇവിടെ വന്നില്ലേ? ബാക്കി എല്ലാരും വന്ന്, നീ മാത്രമല്ല പറയാ. അതൊന്നും തീർത്ത് നമ്മള് രക്ഷിക്കാനുള്ള ഒരു അതല്ല അത് ചോദിച്ചു. ഞാൻ ഹെലികോപ്റ്റർ അടിച്ചു പൊട്ടിച്ച്. ദർശന കൊള്ളല്ലേ? നല്ല ക്യാരക്ടറല്ലേ? നല്ല ക്യാരക്ടറല്ലേ? ഇന്ന് തന്നെ ടീഡിയം കയറി അടിക്കാൻ പഠിക്കണം. അല്ല വലിയ തോക്ക് കിട്ടുമോ നോക്കട്ടെ. വെയിറ്റ് പോരാ. ബ്രോ ഒന്ന് വരും എന്റെ കൂടെ. ആ ദർശനം ഇങ്ങോട്ട് വരുമോ? നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മാറിയിക്കാം. അങ്ങോട്ടോ പിന്നെന്താ? എടി നീ നടത്തി തരുമോ ഇത്? എങ്ങനെയാണ്? ഞാൻ എന്തിനു പറയണേ? എസ് പറയണോ? എന്താണ് വെച്ചേ? ഒന്നുമില്ല. നടത്തി തരുമെന്നല്ലേ? ആ വാ ഞാൻ സംസാരിക്കാം. വേണ്ട വേണം ഇന്ന് ഞാൻ നടത്തിയിട്ട് അടങ്ങും. ആ ദർശന ദർശു പറ. എന്ത് കണ്ണാപ്പി അങ്ങനെ വിളിച്ചാ മതി. പിന്നെ ഞാൻ കണ്ണാ. നിങ്ങളാരാ കണ്ണാന്ന് ക്യൂട്ടായിട്ട് വിളിക്കുന്നേ? നിങ്ങളാരാ കണ്ണാന്ന് എന്നെ ക്യൂട്ടായിട്ട് വിളിക്കുന്നേ? ഞാൻ ചെലപ്പോ കണ്ണാന്ന് വിളിക്കും, ഇല്ലെങ്കിൽ കണ്ണേട്ടാന്ന് വിളിക്കും. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വിളിക്കും. കുട്ടിക്ക് എന്ത്? ആ തീ കത്തുന്നുണ്ടല്ലോ, എടുത്താൻ ഇടും കേട്ടോ അതിനകത്ത്. ഓ പിന്നെ ഒന്ന് ഇട്ട് നോക്ക്. കാറ്റത്ത് പോലെ അവളെ മുടി പോലെ ആണെങ്കിലേ എന്നിട്ടാണ് പിന്നെ ലോറ രക്ഷിക്കാൻ വേണ്ടി ഇമ്പോർട്ടന്റ് വണ്ടി വരെ ഇറക്കി. റെഡി ക്യാഷ്. അവള് തിരിച്ച് അപ്പുവേട്ടത് പറയുമ്പോ നിനക്ക് ബോസ് മേടിക്കും കേട്ട. എനിക്ക് ബസ് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവനെന്നെ ഇഷ്ടമല്ലല്ലോ. പിന്നെ എനിക്ക് എന്തിനാ ബസ് മേടിക്കണ്ടേ? അപ്പുകുട്ടനെ സെറ്റാക്കി തരുന്ന ഞാൻ ഏറ്റ്. ഇത്രയും ബസ് മേടിപ്പിച്ചിട്ട് പക്ഷെ നീ ചെയ്തേ മറക്കത്തില്ലടി. പക്ഷെ ഇതോടെ മറന്നു. തീട്ടോ. ഹലോ അപ്പുവേട്ടാ ലോറ പറ. കാലിന് വേദന പോലെ ഒന്ന് എടുക്കുവോ എന്നെ? പിന്നെ അല്ല ലോറ ഒരു ബഹുമാനം ഉണ്ട്. ഇവന്റെ മുഖത്തൊക്കെ നോക്കി ഏട്ടാന്ന് വിളിക്കുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇറങ്ങടാ നായി നീ കയ്യിന്ന്. നീ ഇപ്പൊ എന്നെ എടുക്കണേ. ഇല്ല, അവൻ തിരിച്ചെടുക്കും. ഇല്ല അത് കുഴപ്പമില്ല. അവൻ എടുക്കൂല. നീ എടുക്ക് പറഞ്ഞു. അവൻ എന്തായാലും എടുക്കോളെ. അവൻ എന്തായാലും എടുക്കും. അതിന് മുമ്പ് നമ്മൾ എടുക്കണം. അവൻ എടുക്കും. അവൻ പിന്നെ എടുക്കാതിരിക്കോ? അതേ എടുത്തു. നീ അക്സെപ്റ്റ് ചെയ്തേ. കണ്ണേട്ടാ മനസ്സിലായില്ലേ?
ദർശൻ നീ ഒരു നീ മൊത്തത്തിൽ ഒരു ഫേക്കാണ് മനസ്സിലായി. എനിക്ക് ദർശുവിനെ ദർശൻ എന്ന് വിളിക്കുന്ന ഇഷ്ടം. ഒരു വൈകിട്ട് ലോറിന്ന് വിളിയടാ, ലൈലാൻഡ് ലോറിന്ന് വിളി, അവളെ ലൈലാൻഡ് ലോറിന്ന് വിളിയടാ നീ. നീ ഇവിടെ മുതുക്കു കണ്ണാപ്പി. നിന്നെ ഒന്ന് കണ്ണാന്നല്ലാണ്ട് പറയുന്നില്ല ഞാൻ. എടി ഫാമിലി ഫ്രണ്ട് ആയി. തക്കാളി പോലത്തെ കവിള ദർശുവിന്. വർണ്ണിക്ക്. ആ സ്റ്റൈലും ചിരിയാ, നല്ല വരസാ. ചിരിക്കെന്ത് പറഞ്ഞു ചിരിക്കും. സത്യം പറഞ്ഞല്ലോ ആരും ഇല്ല ഈ ലോകത്ത്. സത്യം പറഞ്ഞാൽ ദർശനയുടെ കണ്ണ് കാണുമ്പോ ഞാൻ വീണേ പോവും. ആ കണ്ണി ഞാൻ കുത്തിപ്പൊളിക്കും. നീ കുത്തിപ്പൊളിക്കായിട്ട് കേട്ടതാ. തഴിച്ചിട്ട് അടി. താഴെ വെച്ചിട്ട് താഴെ അതൊന്ന് കാണണല്ലോ. അതെ അതെന്തോന്നു കാണാമല്ലോ. പിന്നെ എന്താ പിന്നെ കണ്ടോ കണ്ട അപ്പേട്ടൻ കണ്ട 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 താഴെ വെച്ചില്ല. അപ്പേട്ടന് സ്നേഹം കണ്ടില്ലേ? ഞാൻ നിന്നെ അത്രയും കെയർ ചെയ്തില്ല സത്യം പറഞ്ഞ. എനിക്ക് നീ മൊത്തം ഫേക്കാടി കഴിവേറി. നീ സ്വന്തം ഫ്രണ്ടിനെ കണ്ടല്ലോ പറയാ. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇതൊക്കെ എന്ത് നമുക്ക് നമ്മളെ കാര്യങ്ങളെല്ലാം പ്രൈവറ്റ് ആയിട്ട് മതിയല്ല പറയാ. സത്യം നമുക്ക് ആരും കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആരും ഇങ്ങനെ കാണിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആരും ഇങ്ങനെ കാണിച്ചത് വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ പോവാട്ടോ. എന്തൊരു കൊഷ്ടടുത്ത് കാര്യം കൊണ്ട് നടക്കുന്ന ഭൂമിയുടെ അടിയിൽ പോയി. എടാ ദൈവത്തെ ഒന്ന് വിളിച്ചിട്ട് ഞാൻ ഭൂമിയുടെ അടിയിലാന്ന് പറയാടാ.